ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ രണ്ടാമത്തെ മോനാണ് കേട്ടോ. അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട ചെടികളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ അത്രയും ആത്മാർത്ഥമായിട്ട് അതിനുള്ള കാര്യങ്ങളും ആ ചെടിക്കുള്ള വെള്ളവും ഒക്കെ അവൻ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു വേനൽക്കാലം പോലെ ആയി തുടങ്ങി, മഴയൊന്നുമില്ല. അപ്പോൾ അവൻ നന്നായിട്ട് ചാലൊക്കെ ഇട്ട് ഇവിടെ വരെ വെള്ളം എത്തുള്ളേ. അപ്പോൾ അവൻ ചാലൊക്കെ കീറി അതിന് ചെടികൾക്കൊക്കെ വെള്ളം എത്തിക്കുന്നുണ്ട് കേട്ടോ അവൻ. അപ്പോൾ അവൻ അവന് ഇഷ്ടമായിട്ടുള്ള ചെടികളാണ് കേട്ടോ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. റംബുട്ടാൻ ഇതൊക്കെ ബഡ് ചെയ്ത ചെടികളാട്ടോ. ഞങ്ങൾ മണ്ണുത്തിന്നാണ് ഈ ചെടികളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടും അവന് താല്പര്യമുള്ള കാരണത്തോട് കൂടി അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആട്ടോ. പിന്നെ ഇവന് ഓൾറെഡി കൃഷിക്ക് കാര്യങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കേട്ടോ. ഇപ്പോൾ ഇത് ചെമ്പകമാണ് കേട്ടോ. ചെമ്പകം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാലും ചെമ്പകം ഇത്തിരി ഹൈറ്റിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നു. പിന്നെ ചെമ്പകം ഒരു നൊസ്റ്റാൾജി ഫീലാണല്ലോ. ആ മണവും ചെറുപ്പത്തിലെ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും മനസ്സിൽ കൂടെ കേട്ടോ. ചെമ്പകം എന്ന് പറയുമ്പോൾ തന്നെ ഇത് ചാമ്പക്കായാണ് കേട്ടോ. റെഡ് കളറുള്ള ചാമ്പക്കായാണ് കേട്ടോ. ഇതും മണ്ണുത്തിന്ന് തന്നെയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ. പിന്നെ അബിയു എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട്സിൻ്റെ ചെടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അതെങ്ങനെ ഇരിക്കുന്നോ, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നോ, അത് എന്താ കളറെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അവർ പറഞ്ഞു നല്ല ഫ്രൂട്ട്സാണെന്നും പറഞ്ഞിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചു വെച്ചു. ഇനി അത് ഉണ്ടാവുമ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ കാണാം എന്ന് വിചാരിച്ചു കേട്ടോ. ഇതും എൻ്റെ മോൻ തന്നെയാട്ടോ എല്ലാ കാര്യങ്ങളും അതിനെ പരിപാലിക്കുന്നതൊക്കെ. ഇത് പേരക്കായ, ഇത് വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇത് തെച്ചിപ്പൂവാണ് കേട്ടോ. തെച്ചിപ്പൂവ് നന്നായി ഉണ്ടാവും കേട്ടോ. കൊല കുത്തിയിട്ടുണ്ടാവും തെച്ചിപ്പൂവ്. ഇത് വെച്ചിട്ട് ഞങ്ങൾ ഫ്ലവറൊക്കെ ഒരുക്കും. ഈശോയുടെ രൂപത്തിനൊക്കെ ഇങ്ങനെ ഫ്ലവറുകളൊക്കെ ഇങ്ങനെ വെക്കണ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് പൊട്ടിക്കാറുണ്ട് കേട്ടോ. ഇത് മാംഗോസ്റ്റിനോ എന്തോ ഒരു സംഭവം. അത് 10 കൊല്ലമൊക്കെ വേണമെന്ന് പറയണേ അതൊക്കെ ഉണ്ടായി വരാനായിട്ട്. അത് ഈ അടുത്തൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇരിക്കട്ടെ അല്ലേ എന്ന് വിചാരിച്ച് അതും. പിന്നെ ഇത് മാമ്പഴം. ഇവിടെയുള്ളവർക്ക് മാമ്പഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാമ്പഴം ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഇത് സപ്പോട്ട അയൺ, നല്ല വൈറ്റമിനും അയണൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ സപ്പോട്ട ഞാൻ പറഞ്ഞ് വാങ്ങിച്ചു വെച്ചതാണ്. ഇത് വൈറ്റമിനൊക്കെ ഉള്ളതാണ്, ഇത് വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇത് ഇരുമ്പാമ്പുളി കേട്ടോ. ഇരുമ്പാമ്പുളി ഞങ്ങളിപ്പോൾ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായൽ മീനും പിന്നെ ചാളയായാലും മത്തി ആയാലും ഇപ്പോൾ എല്ലാത്തിലും 4 ഇരുമ്പാമ്പുളി അതിൽ ചെത്തിയിടാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഉണ്ടല്ലോ ഇഷ്ടം പോരാനും അങ്ങനെ. അപ്പോൾ പിള്ളേർ പറയും എല്ലാത്തിലും ഉണ്ടല്ലോ അമ്മ ഇരുമ്പാമ്പുളി മീൻ കൂട്ടാൻ വയ്ക്കുമ്പോൾ പറയും കേട്ടോ. എന്നാലും ഞാൻ ചെത്തിയിടും. ആവശ്യമുള്ളവർക്ക് കഴിക്കാം, ആവശ്യമില്ലാത്തവർ കഴിക്കണ്ടെന്ന് പറയും അവരോട്. അങ്ങനെ ഇരുമ്പാമ്പുളിയും ഞാനൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ടാണ്. അച്ചാറിടണമെങ്കിൽ അച്ചാറിടാം കേട്ടോ. പിന്നെ ചക്ക നല്ല ഇടിയൻ ചക്കയുടെ പ്രായമാവണുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇത് ഇടിയൻ ചക്ക വെക്കാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട്. കുരുമുളക് ഒന്ന് പഴുക്കുമ്പോൾ പൊട്ടിക്കും. ഞങ്ങളെല്ലാം പൊട്ടിക്കും. ഞങ്ങൾ കൊടുക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്കുള്ള യൂസിനുള്ളത് ഉണ്ടാവുള്ളൂ. കൊടുക്കലും ഇല്ല, വാങ്ങലും ഇല്ല കേട്ടോ. ഇത് ഞങ്ങൾ പൊട്ടിച്ച് ഉണക്കി ഞങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുരുമുളക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ ജാതിക്കായ ഞങ്ങളുടെ പറമ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ഒരു സൈഡ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. കുറച്ചും കൂടി ഇറങ്ങി പോവാണ്ട് അത്രയൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഞാൻ. പിന്നെ ജാതിക്കായ ഉണ്ട്. അങ്ങനെ കുറച്ച് കൃഷികളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും സന്തോഷമായി.